നമസ്കാരം. ഇന്നലെ യു എസ് വിപണികളെല്ലാം ക്ലോസ് ചെയ്തത് പോസിറ്റീവാണ്. ഡൗ ജോൺസ് 0.27%, S&P 500 0.48%, നാസ്ഡാക്ക് 0.94% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയിൽ നിന്ന് വന്ന ജോബ്ലെസ് ക്ലെയിം ഡേറ്റ നല്ല രീതിയിൽ താഴ്ന്നിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. ഏതാണ്ട് 4 വർഷത്തെ ലോയിലാണ് ഇപ്പോൾ ആ ഡേറ്റ വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്റൽ കോർപ്പറേഷനിൽ $500 കോടി നിക്ഷേപിക്കുമെന്ന് എൻവിഡിയ അറിയിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇന്റലിന്റെ ഓഹരി 22% മുകളിലേക്ക് കയറിയിട്ടുണ്ട്. എൻവിഡിയുടെ ചിപ്പുകൾ ഉപയോഗിച്ച് ഡാറ്റാ സെന്റർ പ്രോസസ്സുകളും അതുപോലെ തന്നെ പേഴ്സണൽ കമ്പ്യൂട്ടറുകളും നിർമ്മിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് IT സെക്ടറിന് മൊത്തത്തിൽ ഒരു പോസിറ്റീവാണ്. ഇതേ തുടർന്ന് നാസ്ഡാക്കും ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതുകൂടാതെ തന്നെ അമേരിക്കയിൽ ഫെഡിന്റെ റേറ്റ് കട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പോസിറ്റിവിറ്റിയും മാർക്കറ്റിലുണ്ട്. ഇനി 2 പ്രാവശ്യം ഈ വർഷം കട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിനപ്പുറം ലേബർ മാർക്കറ്റിന്റെ ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. അല്പം മൊമെന്റം കുറഞ്ഞോ എന്നുള്ളൊരു സംശയം ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് കയറുകയാണ്. എങ്കിൽ പോലും 25,400 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ഒരു പോസിറ്റീവാണ്. പ്രധാനപ്പെട്ട ന്യൂസുകൾ ഇറാന്റെ ചാബഹാർ തുറമുഖത്തിനുള്ള ഉപരോധത്തിനുള്ള ഇളവ് US പിൻവലിച്ചു എന്നുള്ളതാണ്. ഇനി ഇറാന് എന്തെങ്കിലും ധനസഹായമായിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡീൽ നടത്തുന്ന രാജ്യങ്ങൾക്കും ഇത്തരം നിയന്ത്രണങ്ങൾ ബാധകമാകുമെന്ന് US ഭാഗത്തുനിന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ സെബി ഹിൻഡർബർഗിന്റെ ആരോപണങ്ങളിൽ നിന്ന് അദാനിയെ മുക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, നെറ്റ് ഡയറക്റ്റ് ടാക്സ് 9% വർധനമാണ് കാണിച്ചിരിക്കുന്നത്. 10.82 ലക്ഷം കോടി രൂപയാണ് കളക്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം, അതായത് അഡീഷണൽ താരിഫ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് അനന്തരാമന്റെ ഭാഗത്ത് നിന്ന് ഒരു കമന്റ് വന്നിട്ടുണ്ട്. അതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസുകൾ ഒന്ന് ജപ്പാന്റെ ഇൻട്രസ്റ്റേറ്റ് ഡിസിഷനാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഓഗസ്റ്റ് മാസത്തിലെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. UK റീറ്റെയിൽ സെയിൽസ് ഡേറ്റയുണ്ട്. യൂറോപ്പിലെ PPI ഡേറ്റയും ഇന്ന് വരുന്നുണ്ട്. ഇനി മറ്റ് പ്രധാനപ്പെട്ട ന്യൂസുകൾ ഒന്ന്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇന്ത്യ UAE തമ്മിലുള്ള നോൺ ഓയിൽ ട്രേഡ്, നമ്മൾ കൂടുതൽ ക്രൂഡ് ഇറക്കുമതി ചെയ്യുന്ന അവിടുന്നാണ്. അത് കൂടാതുള്ള നോൺ ഓയിൽ ട്രേഡ് ഏതാണ്ട് 100 ബില്യണിലേക്ക് 3-4 വർഷത്തിനകം വർദ്ധിപ്പിക്കും എന്ന തരത്തിലുള്ള വാർത്തയുണ്ട്. മറ്റൊന്ന്, അംബുജ സിമന്റ് JSW സിമന്റിനെതിരെ ട്രേഡ് അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. IT സ്റ്റോക്കുകൾ, അതായത് ഇന്ത്യയിലെ IT സ്റ്റോക്കുകൾ മിക്കതും ഇന്നലെ റേറ്റ് കട്ടിനെ തുടർന്ന് പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്തത്. അതുപോലെ തന്നെ ഇന്ന് എഫാന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ FIAs ഷോർട്ട് പൊസിഷൻ തന്നെയാണ്, ക്ലയന്റ് ലോങ് ആണ്. അപ്പൊ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നീങ്ങുക. പോസിറ്റിവിറ്റി ഉണ്ട്. എങ്കിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. 25,500 ലെവല്, കൃത്യമായിട്ട് പറഞ്ഞ 25,490 ലെവല് ഇന്നലത്തെ ഹൈ ഒക്കെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. 25,669 ഈ ലെഗിൽ കയറി പോകുന്നത്. അത് കടക്കണമെങ്കിൽ ഈ റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ 25,360, 25,250, 25,140 ലെവലുകളിലാണ് നിഫ്റ്റിക്ക് സപ്പോർട്ടുള്ളത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആശംസിക്കുന്നു.